71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഇന്ന് നടക്കും. ചുണ്ടനടക്കം 9 വിഭാഗങ്ങളിലായി 75 കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാനുള്ള ആകാംക്ഷയിൽ വള്ളംകളി പ്രേമികൾ. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വള്ളംകളി പ്രേമികൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ആരാണ് ജലരാജാവ്? വലിയ വാശിയേറിയ പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ 24ഉം എല്ലാ ഒരുക്കങ്ങളും സജ്ജമാക്കി കഴിഞ്ഞല്ലോ അല്ലേ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. 24 പൂർണ്ണ സജ്ജമാണ്. എല്ലാ ഇടങ്ങളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടേഴ്സ് ജോയിൻ ചെയ്യും. 7 മണിയോടുകൂടി SKN UBC കൈനഗിരിയുടെ അവിടെ നിന്നാണ് നമ്മുടെ മോർണിംഗ് ഷോ ആരംഭിക്കുക. പിന്നീട് ഹാഷ്മിയും വിജയകുമാറും അതോടൊപ്പം റിപ്പോർട്ടേഴ്സും അരുൺ രാജ്, ഷഫീദ്, അശ്വിൻ എല്ലാവരും സജ്ജമാണ്. എന്തായാലും ഇത്തവണത്തെ 71ാമത് നെഹ്റു ട്രോഫി പ്രൗഢഗംഭീരമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ടീം പൂർണ്ണ സജ്ജമാണ്. ഈ ഫിനിഷിംഗുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥിരമായി തർക്കം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പബ്ലിസിറ്റി, അതായത് NTPRC പബ്ലിസിറ്റി സൊസൈറ്റിക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ വിഷ്വലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും 24ന്റെ വിഷ്വൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ വർഷവും ആവേശത്തിനൊരു കുറവുമില്ല. 71 കളിവള്ളങ്ങളാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കുന്നത്. 5 ഹീറ്റ്സിലായി 21 ചുണ്ടൻ വള്ളങ്ങൾ 2:30 ആ മത്സരങ്ങൾ ആരംഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് കപ്പ് ഉയർത്തിയത്. കാരിച്ചാൽ ചുണ്ടനിലായിരുന്നു കിരീടം ഉയർത്തിയത്. ഇത്തവണ പള്ളാത്തുരുത്തി ഹാട്രിക്, അതായത് ഡബിൾ ഹാട്രിക് ലക്ഷ്യം വെച്ച് എത്തുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പുതിയ 5 വർഷത്തിന് ശേഷം നെഹ്റു ട്രോഫിക്ക് ഒരു പുതിയ ജേതാവ് ഉണ്ടാകുമോ? അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ഉറ്റുനോക്കുന്നു. 80 ലക്ഷത്തിലധികം വരുന്ന 80 ലക്ഷം രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റുവരവ്. 5 കോടി രൂപയാണ് ഇത്തവണ ഈ നെഹ്റു ട്രോഫിയിൽ നിന്നൊരു വരുമാനമായി പ്രതീക്ഷിക്കുന്നത്. നെഹ്റു ട്രോഫി 71ാമത് നെഹ്റു ട്രോഫിക്ക് തുടക്കം കുറിക്കുന്നത് പോലെ തന്നെ 4ാമത് CBL സീസണ് കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തെ പരിശീലനത്തിനൊടുവിലാണ് ഓരോ ക്ലബ്ബുകളും ഇന്ന് ചുണ്ടൻ വള്ളങ്ങളുമായി ട്രാക്കിലേക്ക് എത്തുന്നത്. ഓരോ കരയെ സംബന്ധിച്ചിടത്തോളം, ചുണ്ടൻ വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമാണ്. കുട്ടനാടിന്റെ ഒരു അതിജീവനത്തിന്റെ അടയാളമാണ് ഓരോ വള്ളംകളിക്കാലവും. ഇത്തവണയും അത് ആവേശപൂരമായി തന്നെ അവസാനിക്കും. ഒരു പ്രശ്നങ്ങളുമില്ലാതെ. കാലാവസ്ഥ ഒരല്പം പ്രതികൂലമാണ്, മഴയാണ്. പക്ഷെ കുട്ടനാടിനെ സംബന്ധിച്ച് മഴയൊരു പ്രശ്നമല്ല. വീടിന് മേലെ മഴ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ അതിന് മേലെ തോണി എന്ന ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് മഴയൊന്നും അങ്ങനെ കുട്ടനാടിനെ തളർത്താനാവില്ല. പൂർണ്ണ സജ്ജമാണ് കുട്ടനാട്ടിലെ ആളുകൾ. അല്പസമയത്തിനകം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന് പുന്നമടക്കായലിലെ ഈ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് കാണുന്നതിന് വേണ്ടി എത്തും. അതിനെല്ലാ സജ്ജീകരണങ്ങളും നമ്മളും ഒരുക്കിയിട്ടുണ്ട്. നമ്മളും പൂർണ്ണ സജ്ജമാണ്. ക്രിസ്റ്റീന, റീജിത്ത്. വിഷ്ണു, ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും അതിൻ്റെ ആവേശത്തിലേക്ക് എല്ലാവരും മുഴുകും. മാസങ്ങളായുള്ള തയ്യാറെടുപ്പാണ്. അതിനുശേഷം മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ബോട്ട് ക്ലബ്ബുകൾ. എത്രത്തോളം പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്? എത്ര വള്ളങ്ങളാണ് മത്സരിക്കാൻ പോകുന്നത്? അതിൻ്റെ വിവരങ്ങൾ കൂടി വിഷ്ണു. TK, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളാണ് നെഹ്റു ട്രോഫിയെ ഏറ്റവും പ്രശസ്തി ആർജിച്ചത്. അതിൽ ഏറ്റവും ഇത്തവണ 21 ചുണ്ടൻ വള്ളങ്ങളാണ്. കഴിഞ്ഞ തവണ 19 ചുണ്ടൻ വള്ളങ്ങളായിരുന്നു. 4 ഹീറ്റ്സിലായിരുന്നു മത്സരമെങ്കിൽ ഇത്തവണ 5 ഹീറ്റ്സിലായാണ് മത്സരം. അത് ഓരോ ഹീറ്റ്സിലും ആവേശഭരിതമായ മത്സരം തന്നെ നടക്കും. ടൈമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജേതാക്കളെ കണ്ടെത്തുക. ഇത്തവണത്തെ പ്രമുഖർ, എല്ലാവരും പ്രമുഖരാണ്. എന്നാലും നമുക്ക് ഒരു പ്രധാനപ്പെട്ട പേരുകൾ എടുത്തു പറയാനുള്ളത് PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ 5 തവണത്തെ ജേതാക്കളാണ്. അവർ ഇത്തവണ എത്തുന്നത് മേൽപ്പാടം പുത്തൻ ചുണ്ടനിലാണ്. കഴിഞ്ഞ തവണ നീരണിഞ്ഞ ചുണ്ടനാണ് മേൽപ്പാടൻ പുത്തൻ ചുണ്ടൻ. അതോടൊപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്, കുമരകത്തു നിന്നുള്ള ബോട്ട് ക്ലബ്ബാണ്. അവരെത്തുന്നത് നിലവിൽ പായിപ്പാട് ചുണ്ടനിലാണ്. UBC കൈനഗിരി എത്തുന്നത് തലവടിയിലാണ്. അങ്ങനെ എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ശക്തമായി അണിനിരക്കാൻ അല്പസമയത്തിനകം തന്നെ ട്രാക്കിലേക്ക് എത്തും. റീജിത്ത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. അത്യാധുനിക രീതിയിലാണ് ഈ വള്ളംകളിയൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. സീഡിറ്റ് തയ്യാറാക്കിയ ഹോളോഗ്രാം പതിച്ച ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്താണ് ഈ കാണാനുള്ളവരൊക്കെ ഗാലറികളിലേക്ക് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.